ഈ സോറി പറഞ്ഞാൽ മാത്രം ഒരാളെ വേദന മാറില്ല. അതായത് നമ്മൾ ഒരാളെ വേദനിപ്പിച്ചു, പിന്നീട് മനസ്സിലായി നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു, നമ്മൾ അയാളുടെ അടുത്ത് പോയിട്ട് സോറി പറഞ്ഞു, സോറി. പക്ഷേ ആ സോറി കൊണ്ടൊന്നും അയാൾ പഴയതുപോലെ ആയില്ല. അത് വിശ്വാസം തിരിച്ചു വരുന്നില്ല. അയാൾ വീണ്ടും ആ പഴയ സംഭവത്തിനെ എടുത്ത് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. നമ്മൾ പറയുന്ന ഞാൻ ക്ഷമ ചോദിച്ചില്ലേ, ഇനി എന്താ വേണ്ടത്? ഇവിടെയാണ് നമ്മൾ വലിയൊരു സത്യം മനസ്സിലാക്കേണ്ടത്. അത് ക്ഷമ ചോദിക്കാൻ 1 മിനിറ്റ് മതി, പക്ഷേ തകർന്ന വിശ്വാസം പുനർനിർമ്മിക്കാൻ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വരും. കാരണം സോറി എന്ന് പറഞ്ഞാൽ അതൊരു വാക്കല്ലേ, പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് താഴെട്ട് പൊടിച്ചു, ഓക്കെ, ഉടനെ പറഞ്ഞു സോറി. സത്യസന്ധമായിട്ട് തന്നെ അറിയാണ്ട് പറ്റിപ്പോയതായിരിക്കും, സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ആ ഗ്ലാസ് പഴയതുപോലെ ആവുമോ? ഇല്ലല്ലോ. ഇനി അത് ചേർത്ത് വെക്കേണ്ടി വരും. ഓരോ പൊട്ടും പൊടിയെടുത്തിട്ട് ഒട്ടിച്ച് ചേർത്ത് വെച്ച് അത് വീണ്ടും പുനഃസൃഷ്ടിക്കേണ്ടി വരും. ബന്ധങ്ങൾ അതുപോലെ തന്നെ. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ഈ തെറ്റ് അംഗീകരിക്കുക എന്നുള്ളത്, സോറി. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് മറ്റൊരാളുടെ ഉള്ളിലുണ്ടായ മുറിവിനെ മനസ്സിലാക്കണം. അതാണ് 2ാമത്തെ ഘട്ടം. ഇവിടെ പല ക്ഷമാപണങ്ങളും പരാജയപ്പെടുന്നത് വെച്ചാൽ നമ്മൾ പറയും സോറി, എന്നിട്ട് പറയും നീയും അങ്ങനെ ചെയ്തില്ലേ. അത് ക്ഷമാപണമല്ല, അതിൻ്റെ പേര് അത് പ്രതിരോധമാണ്. അത് ഞാൻ പറഞ്ഞ നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടല്ലേ, ഇതൊന്നും ക്ഷമാപണമല്ല. അത് ഉത്തരവാദിത്തം നമ്മൾ മറ്റൊരാളിലേക്ക് മാറ്റുക. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ മറ്റൊരാൾക്ക് മാറ്റുകയാണ്. ഇതിനല്ല പശ്ചാത്താപം എന്ന് പറയുന്നത്. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് തെറ്റായിരുന്നു, അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റേതാണ്. ഇത്രയും പറയാൻ കഴിയണം. ഒരു പക്ഷേ പോലും ചേർക്കാതെ പറയാൻ പറ്റും. ഇവിടെ നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്നത് നമ്മുടെ സെൽഫ് ഇമേജ് അല്ലെ, അതിനൊരു അസ്വസ്ഥ ഉണ്ടാക്കും. ഞാനൊരു നല്ല മനുഷ്യനെന്നുള്ള ചിന്തക്ക് അസ്വസ്ഥ ഉണ്ടാക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാനൊരാളെ വേദനിപ്പിച്ചു എന്നൊരു യാഥാർത്ഥ്യം മുന്നിൽ വരിക, ഓക്കെ, ഇത് രണ്ടും മനസ്സിന് സംഘർഷം ഉണ്ടാക്കും. ബ്രെയിൻ എന്താ ആ സംഘർഷം ഒഴിവാക്കാൻ ചെയ്യാന്ന് വെച്ചാൽ ന്യായീകരിക്കും. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവരാണ് ആദ്യം തുടങ്ങിയത് എന്ന്. എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മുടെ ആ തെറ്റിൻ്റെ വലിപ്പം കുറച്ചിട്ട് നമ്മൾ അസ്വസ്ഥത കളയാൻ ശ്രമിക്കും. അത് നമ്മെ താൽക്കാലികമായി ആശ്വസിപ്പിക്കും, ശരിയാണ്. പക്ഷേ നമ്മൾ ആ ഒരു തെറ്റിന്ന് പഠിക്കണ്ടേ, വളരണ്ടേ. ഇങ്ങനെയൊക്കെ ചെയ്താൽ വളർച്ച അവിടെ അവസാനിക്കും. കാരണം നമ്മൾ ന്യായീകരിക്കുന്ന പെരുമാറ്റത്തെ തിരുത്തേണ്ട ആവശ്യം നമ്മുടെ ബ്രെയിനിന് തോന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ പശ്ചാത്താപത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ധൈര്യം എടുത്തത്. അത് സ്വയം വെറുക്കാനുള്ള ധൈര്യമല്ല, സ്വയം സത്യസന്ധമായിട്ട് അതിൻ്റെ ഒരു കുഴപ്പം, ഞാൻ മിസ്റ്റേക്ക് ചെയ്തു, അത് തെറ്റായത്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം. ഇതാണ് വളർച്ചയുടെ ചോദ്യം. ഇനി നമ്മൾ ബന്ധങ്ങളിലേക്ക് വരാം. നമ്മൾ ഒരാളെ വഞ്ചിച്ച് വിചാരിക്കും, അറിയാണ്ട് പറ്റിപ്പോയതാണ്, ക്ഷമ ചോദിച്ചു. എങ്ങനെ അടുത്ത ദിവസം തന്നെ അയാൾക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുക? അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, നിനക്ക് തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈ ബന്ധം എന്തിനാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെയ്യരുത്. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവശ്യപ്പെട്ട് വാങ്ങാൻ കഴിയില്ല. വിശ്വാസം നാം വീണ്ടും അനുഭവിക്കണം. അത് വാക്കുകളിലൂടെയല്ല, പെരുമാറ്റത്തിലൂടെ, തുടർച്ചയായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ. നമ്മൾ ഇന്നൊരു കാര്യം പറയുന്നു, നാളെ മറ്റൊന്ന് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് വിശ്വാസം നിർമ്മിക്കാൻ കഴിയും. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും വീണ്ടും ഒരേ ദിശയിൽ വരുമ്പോൾ മറ്റേ മനുഷ്യൻ്റെ ബ്രെയിൻ പതുക്കെ പഠിക്കും. ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട്, ഇപ്പോഴാണ് റിപ്പയർ നടക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ പശ്ചാത്താപത്തിന് 4 ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ അംഗീകരിക്കുക, ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തു, അത് സോറി, ഓക്കെ. ഈ 2ാമത് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതിന് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയിട്ടല്ല, ഓക്കെ. 3ാമത് കഴിയുന്ന കാര്യമാണെങ്കിൽ പരിഹരിക്കുക. നഷ്ടപ്പെട്ട പണമാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കുക, വേദനിപ്പിച്ച വാക്കാണെങ്കിൽ ക്ഷമ ചോദിക്കുക, തകർന്ന ഉത്തരവാദിത്തമാണെങ്കിൽ അത് നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം നമ്മൾ നന്നായി ചെയ്തില്ല, അതോടെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം വീണ്ടും ഏറ്റെടുക്കുക. 4ാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനൊരു സംവിധാനം സെറ്റ് ചെയ്യണം. സംവിധാനം തന്നെ വേണം. കാരണം നമുക്കിങ്ങനെ വെറുതെ മനസ്സിനോട് പറയാ വീണ്ടും ഞാൻ നന്നാവെന്ന് വിചാരിച്ചാൽ നന്നാവും പോണ്ടില്ല. സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, വാക്കുകളും മനസ്സിൻ്റെ ഉറപ്പൊന്നുമല്ല. ബാഹ്യമായ തലത്തിൽ തന്നെ നമ്മൾ അതിനെ തടയുന്ന സാഹചര്യങ്ങൾ ഒരുക്കും. അത് ഇനി നമുക്കത് ചെയ്യാൻ പറ്റരുത്. മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് അത് നമ്മുടെ കണ്ണീരല്ല, അത് നമ്മുടെ അടുത്ത പെരുമാറ്റമാണ്. ഇത് കുടുംബത്തിൽ മാത്രമല്ല, ബിസിനസ്സിലും അത്യന്തം പ്രധാനമാണ്. ഇപ്പോൾ ഒരു നേതാവ് ഒരു തെറ്റായ തീരുമാനം എടുത്തു, അതുകൊണ്ട് ടീമിന് വലിയ നഷ്ടമുണ്ടായി. അദ്ദേഹം വന്ന് പറയാണ് എൻ്റെ തീരുമാനത്തിൽ തെറ്റുണ്ടായിരുന്നു. ഈ ഒരു വാചകം അദ്ദേഹത്തെ ചെറുതാക്കുന്നില്ല. എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ അയാളുള്ള വിശ്വാസം വർദ്ധിക്കും. കാരണം എന്താ വെച്ചാൽ എല്ലാം അറിയാമെന്ന് അഭിനയിക്കുന്ന നേതാവിനേക്കാൾ
തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയുന്ന നേതാവിനെയാണ് ആളുകൾ ദീർഘകാലത്തേക്ക് വിശ്വസിക്കുക. പേഴ്സണൽ മെന്ററിങ്ങിലും IAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിലൊക്കെ പ്രൊഫഷണൽസിനോടും സംരംഭകരോടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഹൈ പെർഫോമൻസ് എന്നത് ഒരിക്കലും തെറ്റ് ചെയ്യാത്ത അവസ്ഥയല്ല. തെറ്റ് സംഭവിച്ചാൽ എത്ര വേഗത്തിൽ അത് തിരിച്ചറിയുന്നു, അതിൽ നിന്ന് പഠിക്കുന്നു, സ്വയം വീണ്ടും റെഗുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ശരിയായ ദിശയിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. കാരണം വലിയ ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യന് പെർഫെക്ഷൻ്റെ ആവശ്യമില്ല, വേഗത്തിൽ തിരിച്ചു വരാനുള്ള കഴിവാണ് ആവശ്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങളൊരാളുടെ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിച്ചു, നിങ്ങളുടെ പെരുമാറ്റവും മാറ്റി, കഴിയുന്ന നഷ്ടം പരിഹരിച്ചു, എന്നിട്ടും മറ്റേ മനുഷ്യൻ നിങ്ങളോട് ക്ഷമിച്ചില്ലെങ്കിൽ അവിടെ നിങ്ങളൊരു സത്യം അംഗീകരിക്കണം. നിങ്ങളുടെ പശ്ചാത്താപം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് നിങ്ങൾ ചെയ്തു. അവരുടെ ക്ഷമ അത് അവരുടെ അവകാശം. നിങ്ങളെ നിർബന്ധിപ്പിച്ച് ക്ഷമിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഭാഗം ശരിയാക്കുക, അതിനുശേഷം അവർക്ക് ആവശ്യമായ സമയം നൽകുക. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലർ ക്ഷമ ചോദിച്ചതിന് ശേഷം പോലും മറ്റൊരാളെ സമ്മർദ്ദത്തിൽ ആക്കിയിട്ട് ഇനി അത് മറക്കൂ, എത്ര കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, മുറിവുണ്ടാക്കിയത് നിങ്ങളുടെ ഒരു നിമിഷമായിരിക്കും, പക്ഷേ ആ മുറിവ് ഉണങ്ങാനുള്ള വേഗത തീരുമാനിക്കാനുള്ള അവകാശം മറ്റേ മനുഷ്യനില്ലേ, അത് നമ്മൾ ബഹുമാനിക്കണം. ഇന്ന് ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഒരാളുടെ ക്ഷമ ചോദിച്ചിട്ടോ ആ ബന്ധത്തിൽ ഇപ്പോഴും അകലം ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു 3 ചോദ്യങ്ങൾ ചോദിക്കുക. അതായത്, ഞാൻ വെറും സോറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതോ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ, എൻ്റെ പെരുമാറ്റത്തിൽ യഥാർത്ഥത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ, എൻ്റെ വാക്കുകളെക്കാൾ എൻ്റെ പുതിയ പെരുമാറ്റം അവർക്ക് കാണാൻ ഞാൻ മതിയായ സമയം നൽകിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളന്ന് ഉത്തരം പറയാം. ഇതൊന്ന് ഓർത്ത് വെക്കുക. കുറ്റബോധം എന്താ പറയാന്ന് വെച്ചാൽ, അത് പറയും ഞാനൊരു മോശം മനുഷ്യനാണ്. എന്നാൽ പശ്ചാത്താപം പറയും ഞാൻ തെറ്റ് ചെയ്തു, ഇനി അത് ശരിയാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. അത് കുറ്റബോധം നമ്മളെ തകർക്കും, എന്നാൽ പശ്ചാത്താപം നമ്മളെ വളർത്തും, നമ്മളതിന് പഠിക്കും. തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ മറച്ചു വെക്കണ്ട, എന്നെ ന്യായീകരിക്കും വേണ്ട, സ്വയം വെറുക്കുകയും വേണ്ട. നമ്മൾ മനുഷ്യനല്ലേ, അത് അംഗീകരിക്കുക, അതിനെ പരിഹരിക്കുക, പഠിക്കുക, ജീവിതത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം, എന്നിട്ട് മാറുക, എന്നിട്ട് മുന്നോട്ട് നടക്കുക. അടുത്ത എപ്പിസോഡിൽ ഈ സീരീസിലെ അവസാനത്തെ ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു സത്യത്തിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഉള്ളിലെ പഴയ മനുഷ്യൻ വീണ്ടും പുറത്തു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീഴാണ്, വീണ്ടും തെറ്റിൽ ആവർത്തിക്കുകയാണ്. എൻ്റെ എല്ലാ വളർച്ചയും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതണോ, അതോ ജീവിതാവസാനം വരെ തുടരുന്ന ഈ മനുഷ്യയാത്രയെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ നമ്മൾ പഠിക്കണോ? അവസാനത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മൾ അരക്കെട്ടിട്ട് ഒന്നും കൂടി ഉറപ്പിച്ച് കുറ്റബോധമില്ലാതെ ഉത്തരവാദിത്വത്തോടെ നമുക്ക് ജീവിതം എന്ന യുദ്ധം തുടരാം.